Welcome to Kaula Celebrity Kitchen Magic. ഏകദേശം 100 ദിവസത്തോളം അടുക്കാറായി കഴിഞ്ഞു നമ്മളുടെ കിച്ചൺ മാജിക് സീസൺ 2. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് തുടക്കത്തിൽ വളരെ ചെറിയ 2 വിഭവങ്ങൾ കൊണ്ട് തുടങ്ങിയ ഒരു മത്സരമാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക്. ഇപ്പോൾ കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഒരു മത്സരമായിരുന്നു. അപ്പോൾ സെലിബ്രിറ്റീസിന് എങ്ങനെയാണ് പാചകം ചെയ്യാൻ അറിയാമോ? അവർക്ക് അഭിനയിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ, അവർ എങ്ങനെ പാചകം ചെയ്യും, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നിരിക്കാം. കാര്യം അതൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. കാര്യം സെലിബ്രിറ്റീസ് തമ്മിൽ പാചക മത്സരം. ആദ്യമായി കൈരളിയിൽ താരങ്ങളുടെ പാചകം കണ്ടു രസിച്ചിടാൻ തിന്നു മുടിച്ചിടാൻ 12 പേരാം ഞങ്ങള്. ഒരു പക്ഷേ ഏറ്റവും ചെറിയ 2 വിഭവങ്ങൾ തയ്യാറാക്കിയ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഉള്ളിവടയും ബോണ്ടയും അത് തന്നെ വളരെ വ്യത്യസ്തമായ പല വെറൈറ്റീസ് കൊണ്ട് തയ്യാറാക്കി നമ്മളുടെ സെലിബ്രിറ്റി മത്സരാർത്ഥികൾ ഒരു പക്ഷേ നിങ്ങളെ എല്ലാവരെയും അതിശയിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവർക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു സമയത്ത് അവരത്ര സീരിയസ് ആയിട്ട് ഇതെന്താണ് ഈ പാചക മത്സരത്തിലേക്ക് വന്നെങ്കിലും ഇത് എത്രത്തോളം ഇതിൻ്റെ റൗണ്ട്സ് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ഇത് കഠിനമായി മുന്നേറാൻ പോകണു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കുറച്ച് സീരിയസ് ആയി തുടങ്ങി. പാചകത്തിനെ ഒരു സീരിയസ് ബിസിനസ്സായി കണ്ടു തുടങ്ങി. അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുകയും അതിനെ വളരെ പക്വതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ഒരു മത്സരമാകുമ്പോൾ അല്പം സ്വല്പം അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. സാധാരണ ഏതൊരു റിയാലിറ്റി ഷോയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ഓർമ്മകൾ ആലോചിക്കാനേ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. ഇതിലെ നല്ല മുഹൂർത്തങ്ങൾ, രസകരമായ അനുഭവങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ സെമി ഫൈനൽ റൗണ്ടും കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഫൈനലിസ്റ്റുകളായിട്ട് മുന്നേറി വന്നിരിക്കുന്ന 6 മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ കഴിവുള്ള ആൾക്കാരായിരുന്നു. എങ്കിൽ പോലും ഒരു മത്സരമായതുകൊണ്ട് കുറച്ച് പേർക്കല്ലേ ഫൈനൽസിലേക്കൊക്കെ കടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഫൈനലിസ്റ്റുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോരുത്തരും വളരെ വ്യത്യസ്തമായ രീതിയിൽ മുന്നേറി വന്നവരാണ്. ഒരു പക്ഷേ സ്റ്റഡി ആയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെയും ഒരു ബാലൻസ് കീപ്പ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് എപ്പോഴും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആ ഒരു റേഞ്ചിൽ നിന്ന് 1-2 ആൾക്കാരുണ്ട്. എടുത്തു പറയാവുന്ന ആൾക്കാരാണ് നമ്മളുടെ ചാരുതയും പിന്നെ അതുപോലെ അനില ശ്രീകുമാർ, ഇവരെല്ലാം തന്നെ. ഇപ്പോൾ ചാരുതയുടെ കാര്യം പറയാനാണെങ്കിൽ എല്ലാവരും പെർഫെക്ഷൻ ആലോചിച്ച് ചെയ്യുന്നൊരു കുട്ടിയാണ്. കാര്യം ഏതൊരു റൗണ്ടിലും ചാരുതയുടെ പെർഫോമൻസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ പെർഫെക്റ്റായിട്ടൊരു അലങ്കാരത്തോടു കൂടി കുറച്ചൊരു ക്ലാസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ചാരുതയുടെ ചില വിഭവങ്ങൾ, ചില പരീക്ഷണങ്ങളൊക്കെ ഒന്ന് കാണാം. ഹായ് ചേച്ചി, ഇതൊരു എന്ത് ഡിഷാണ്? ഇത് പേര് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഒരു ഫ്യൂഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഓയിൽ ചേർത്തു. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം.
ബട്ടർ ചൂടായി. അപ്പോൾ അതിലേക്ക് കുറച്ച് സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടാൻ പോവാം. കുറച്ച് മതി സവാള, വെറുതെ സ്റ്റഫിങ്ങിന് വേണ്ടി മാത്രം ആയതുകൊണ്ട്. സോസേജ് ചേർക്കുക. ഇനി അതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പറും കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഹേർബ്സ് ചേർക്കാം. ഇനി കുറച്ച് ഒറിഗാനോ ചേർക്കാം. ഇനി കുറച്ച് റോസ്മേരി. സോസേജ് ഇതാപ്പം മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടാണ്, ഇത്തിരി ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഇവിടെ ഞാൻ വേറൊരു സ്റ്റൈലിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും പിന്നെ കോണ്ടിനെൻ്റൽ ഹേർബ്സ് ആയ റോസ്മേരി, തൈം, അതുപോലെ തന്നെ റോസ്മേരിയും തൈമും ഒറിഗാനോയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മുന്നേ വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ്റെ സോസേജ് സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ ബ്രസ്റ്റിൽ ഇങ്ങനൊരു പോക്കറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ചീസ് വയ്ക്കുകയാണ്. വെച്ചു. ഇനി കുറച്ച് സോസേജ് നമുക്ക് സ്റ്റഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതാ കുറച്ചും കൂടെ ചീസ് വയ്ക്കുകയാണ്. ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനതൊന്ന് അടയ്ക്കുകയാണ്. നമ്മൾ വറുത്ത ചിക്കൻ നമുക്ക് ഒരിതിലേക്ക് മാറ്റാം. സവോള ഇവിടെ നല്ലോണം വഴറ്റുക. അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം. തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി, ആ സവാളയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണേ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ബട്ടർ ചൂടായി, അതിനകത്തേക്ക് ഇതേ സവാള ഇട്ടു. ഇനി അതിലേക്ക് കുറച്ച് മഷ്റൂം അരിഞ്ഞ് നല്ലോണം കഴുകി വെച്ചിരിക്കുന്നതാ, അതും ഇട്ടു. നല്ലോണം ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി. കുറച്ച് ഗാർലിക്കാണ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനുള്ളത്, അതുകൊണ്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഗാർലിക് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സ്പൈസസ്, തൈമും ഒറിഗാനോയും പാസ്ലയും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ഒഴിക്കാം. ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. ക്രീം കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും കുരുമുളകും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് നോക്കണ്ടേ.
ഉപ്പൊക്കെ കറക്റ്റ്. സോസ് റെഡിയായി. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം. എൻ്റെ സോസ് റെഡിയായി. ഇനി ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വാഴയിലയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പിന്നെ മേലെ വയ്ക്കാം. കുറച്ച് ഗ്രേവീൻ്റെ മുകളിലിട്ട് നമുക്കിനി ഇത് പൊതിഞ്ഞ് ഹലോ ദാ എന്നത്തെയും പോലെ ഞങ്ങളുടെ പാൻട്രിയിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുഡിംഗ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കി ടോഫി പുഡിംഗ് ആണ്. അപ്പോൾ ആദ്യം ഡേറ്റ്സിൽ കുറച്ച് സോഡാപ്പൊടിയും ഇട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് 1.25 കപ്പ് മൈദ, ഓൾ പർപ്പസ് ഫ്ലോറോ മൈദ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ മൈദ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇത് നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഇളക്കി എല്ലായിടത്തും ആവുന്ന രീതിയിൽ മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്തത് ഇതാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈറ്റ് ബ്രൗൺ ഷുഗർ മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. നല്ലോണം പൊടിയായിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. 5 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ. ഇതാ ബട്ടർ റെഡിയാണ്. ടേബിൾ സ്പൂണാണത്. അപ്പോൾ ഇതാ ബട്ടർ ചേർക്കാൻ പോവുക. 1 2 3 4 5. എൻ്റെ വക ഒരു സ്പൂണും കൂടി ഇരിക്കട്ടെ. 6. ബട്ടർ കൂടി എന്ന് വെച്ചിട്ടൊരു പ്രശ്നം വരാൻ പോകില്ല. ഇതാ ഇനി ബട്ടർ നല്ല ഫ്ലഫി ആയിട്ട് നല്ല മയപ്പെടുത്തി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 6 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം. ഇനി 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ആദ്യത്തേത് ഒഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷമേ രണ്ടാമത്തേത് ഒഴിക്കുള്ളൂ. ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോറ് ഇത് അതിലേക്ക് ചേർക്കാൻ പോവാണ്. എന്നിട്ട് അതും നല്ലോണം ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വാനില എസൻസും നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഡേറ്റ്സും കൂടി ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാം. ഇനി ഇത് ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ബട്ടർ ചൂടായി. അതിലേക്ക് നമുക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം. നമുക്കിനി 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർക്കാം. ബേക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് ഞാനിപ്പോൾ സോസിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇതിൻ്റെ ക്രസ്റ്റ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പിന്നെയും കട്ട് ചെയ്ത് സോക്ക് ചെയ്ത് വയ്ക്കാം. അയ്യോ, അങ്ങനെ പുഡിങ് ഏകദേശം അവസാന ഘട്ടത്തിലെത്തി. ഇനി ഞാനത് പ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി അതും ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. ഓക്കെ ചാരുത, ആസ് യൂഷ്വൽ നല്ല പ്രസൻറ്റേഷൻ. എന്ത് പുഡിംഗ് ആയിരുന്നു? ടോഫി പുഡിംഗ്.
ഏതാ സ്റ്റിക്കി? ഇതാണോ? ഇല്ല, മേലെ ഒഴിച്ചിരിക്കുന്ന സോസാണ് സ്റ്റിക്കി. കുറച്ച് സമയം ആ സോസ് തന്നെയല്ലേ ഈ അല്ല, അത് കുറച്ച് ലൂസ് സോസ്, മേളിൽ കുറച്ചുകൂടെ തിക്കായിട്ട് സ്റ്റിക്കി ആയിട്ടുള്ള ബട്ടർ സ്കോച്ചോ അങ്ങനെ ബട്ടർ സ്കോച്ച് അല്ല, ബ്ലാക്ക് ബ്രൗൺ ഷുഗർ വെച്ചിട്ട് ക്രീമും ടോഫി ഫ്ലേവർ. വാം പുഡിംഗ് ആയിരുന്നു. ഹോട്ട് പുഡിംഗ് ആണ്. ഇത് മുകളിൽ വിപ്പ് ക്രീം അല്ലേ? വിപ്പ് ക്രീം. ഗുഡ്. ശരിക്കും ആ ഒരു ടോഫി ഫ്ലേവർ ഒക്കെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്, വെരി നൈസ്. വെരി ഗുഡ്. അഞ്ജു അരവിന്ദിനെ കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും വളരെ സ്പോർട്ടീവായിട്ട് ഏത് കാര്യവും എടുക്കുന്ന ഒരാളാണ്. ഒരുപാട് പോസിറ്റീവ് എനർജിയുള്ള ഒരു മത്സരാർത്ഥി. ഒരു പക്ഷേ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യം വലിയൊരു ഭയങ്കരമായ പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും ഓരോ റൗണ്ട് കഴിയുമ്പോഴും അഞ്ജുവിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഒരു മുൻനിരയിലേക്ക് ഓടിക്കയറിയ ഒരു മത്സരാർത്ഥിയായിരുന്നു അഞ്ജു വളരെ സീരിയസ് ആയിട്ട് പിന്നെ പാചകത്തിനെ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അപ്പോൾ അഞ്ജുവിൻ്റെ ഓരോ റൗണ്ടിലെയും പെർഫോമൻസ് നമുക്കൊന്ന് വിലയിരുത്താം. ചേച്ചി, വെൽക്കം ഡ്രിങ്ക്. ഓ താങ്ക് യു. ഇതെന്താണ്, കരിക്കിൻ്റെ വെള്ളമാണല്ലോ? ആ, കരിക്കിൻ്റെ വെള്ളം. രാവിലെ തന്നെ എന്നെ ഒന്ന് കുളിപ്പിച്ച് കിടത്താൻ തീരുമാനിച്ചല്ലേ? കരിക്ക് വെള്ളമൊക്കെ തന്നെ. അത് സോപ്പിട്ടതാ. മനസ്സിലായി. ഇതിലെ കാര്യങ്ങളൊക്കെ റെഡിയാണ് അല്ലേ? എല്ലാം റെഡിയാണ്. ഇനി എനിക്ക് കരിക്ക് സൂഫ്ലയാണോ കരിക്ക് പുഡിംഗ് ആണോ? പുഡിംഗ്. അതിനായി ഞാൻ അതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കഴിഞ്ഞു. ഈ മിൽക്ക് മെയ്ഡിനെ അതിലോട്ടേക്ക് ഒഴിക്കണം. നമുക്ക് അത് നന്നായി കുതിരട്ടെ. അപ്പോൾ പാല് തിളപ്പിച്ചല്ലോ, ഇനി അതിലേക്ക് നമ്മുടെ ഈ ഷുഗറിനെ മിൽക്ക് മെയ്ഡിനെ അങ്ങോട്ട് ഇടാം. മെയ്ഡല്ലേ സാധനം. എന്നിട്ട് എന്ത് വേണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 1 2 3. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഏതാണ്ട് ഇത് ആറിക്കഴിഞ്ഞു. ചൂടൊക്കെ കുറേശ്ശെ പോയി തുടങ്ങി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കരിക്കിൻ്റെ വെള്ളം മിക്സ് ചെയ്യണം. ഇതേ കണ്ടോ, ഞാൻ കരിക്കിൻ്റെ വെള്ളം മിക്സ് ചെയ്തു. ഏതാണ്ട് ഇത് ആറി. ആയിക്കഴിയുമ്പം ഏതാണ്ടൊന്ന് കട്ടിയാകുമ്പോൾ മാത്രമേ ആ ക്രീം തേക്ക് ഇത്. അപ്പോൾ ഏതാണ്ട് നമുക്കിതായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഓഫ് ചെയ്യണ്ട, ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്തു. ഓക്കെ, ക്രീമും കൂടി ആഡ് ചെയ്തു, ഓഫ് ചെയ്തു. ഇത്തിരി സ്ട്രോബെറിയുടെ ടേസ്റ്റ്, ഒരു സ്മെല്ല്, ഒരു ഓഫ് ചെയ്തിട്ട് നല്ല സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കേ. ടേസ്റ്റ് ചെയ്തോ? ടേസ്റ്റി. ഓക്കെ, കൊള്ളാന്ന് പറഞ്ഞു കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതിയോ. ഇനി എന്താണെന്നറിയോ ചെയ്യുന്നേ, മനസ്സിലായോ? അപ്പം ആദ്യം കുറച്ച് മാത്രം ഇട്ടു, എന്നിട്ട് അതിൻ്റെ പുറത്ത് അവിടെ ആയിട്ട് നമ്മൾ ഇളനീരിട്ടു.
ഇതൊരു മെത്തേഡ്. അവിടെ കടിക്കാം. നമ്മൾ പുഡിങ് ഏതാണ്ട് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിനെ സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഫ്രീസറിലോട്ട് കൊണ്ടുവയ്ക്കാം. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അഞ്ജുവിന്റെ കോക്കനട്ട് പുഡിങ് അല്ലേ? സ്ട്രോബെറി ടോപ്പിംഗ്. അഞ്ചു ചേച്ചിയുടെ ഒരു മാച്ചിങ് ആട്ടോ ചെയ്യുന്നത്. അല്ല, ഇപ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് ആ ഒരു മാച്ച് മനസ്സിലായത്. നോക്ക്, ആപ്പിൾ കൊണ്ടൊരു സ്വാൻ അല്ലേ? സ്വാൻ. ഓക്കെ, ബ്യൂട്ടിഫുൾ. നന്നായിട്ട് കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ്, ഇതൊക്കെ എങ്ങനെ പഠിച്ചിരുന്നോ? അല്ല, കുക്കിങ്ങിന് വരുമ്പോ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കോൺട്രിബ്യൂഷൻ വേണ്ടേ? അല്ലെങ്കിൽ അലങ്കാരത്തിന്റെ കാര്യത്തിൽ കുറച്ച് ഒരു 5-6 ആപ്പിൾ കളഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇല്ല, ഓൺലി 2. നന്നായിട്ടുണ്ട്, നല്ല ഫ്ലേവർ, വെരി നൈസ്. ഇടയ്ക്കിടയ്ക്ക് കരിക്ക് ശരിക്കും കടിക്കാൻ കിട്ടും. സ്ട്രോബെറി ഫ്ലേവർ, സ്ട്രോബെറിയുടെ സ്ട്രോബെറി അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് അല്ലേ? ഗാർണിഷ് ചെയ്യാൻ ഇടുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു സ്ട്രോബെറി. കൊള്ളാം അല്ലേ? കൊള്ളാം. അതെന്തൊരു കൊള്ളാം. ഓക്കെ, കൊള്ളാം. പരിചയപ്പെടുത്തിയില്ല, എൻ്റെ അമ്മ, എൻ്റെ മോള് അൻവി. പറഞ്ഞു കൊടുക്ക ഹായ് പറയും. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാം കൂടെയുള്ള ഒരു നോർത്തും സൗത്തും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യേണ്ടത്? ഇനി അടുത്തത് പരിപ്പായി കഴിഞ്ഞു. ഇനി ഇത്ര ശരിയാവൂലോ? നിങ്ങൾ കുളമാക്കി. ഞാൻ അമ്മ അടിയായ. ഇതിപ്പോൾ എരിശ്ശേരിക്ക് വേണ്ടുന്ന ഇതാണ്. നമ്മുടെ തലശ്ശേരിയിൽ ഉണ്ടാക്കുന്ന എരിശ്ശേരിയാണ്. പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു എരിശ്ശേരി. ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനി അത് വഴണ്ട് വരുന്ന സമയത്താണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളമൊന്നുമില്ല, പ്രതീക്ഷിച്ചത്ര. ഇതിനകത്ത് നന്നായിട്ട് ഈ സവോളയും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷമാണ് നമ്മുടെ ജ്യൂസ് ചേർത്ത് ഇതിനെ നന്നായി വേവിക്കാം. അമ്മേ, താങ്ക് യു. എന്തൊരു കഷ്ടപ്പാടാ തേങ്ങ ചെരുകൽ, ഇത്രയും കഷ്ടപ്പാട്. No, keep it down. Go. തേങ്ങയൊന്നും വീഴുന്നില്ലേ? മതി അമ്മ. തേങ്ങ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് തേങ്ങ ചിരകലി.
ഹാഫ് വേവ് ആകുമ്പം എടുത്ത് വെക്കണേ, 3/4 വേവ് ആകുമ്പോൾ. ഞാൻ രസം ഇൻസ്റ്റൻറ്റ് രസം ഉണ്ടാക്കുകയാണേ, വളരെ പെട്ടെന്ന്. ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, മല്ലിയില, ഇതൊക്കെ കൂടെ തക്കാളി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു പുളി, ഇതൊക്കെ കൂടി ഇട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചിക്കൻ ഏതാണ്ട് ഓൾമോസ്റ്റ് വെന്തു. ഇനിയിപ്പം നമുക്ക് നമ്മുടെ പച്ച കളർ സംഭവം ചേർക്കാം, ജ്യൂസ് ചേർക്കാം. ലോ ഫ്ലെയിമാട്ടോ. ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊത്തമല്ലിയില, പച്ചമുളക് രണ്ടും കൂടി ഒരു കാൽ വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂണോളം തൈര് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് ജ്യൂസാക്കി വെച്ചതാണ് ഞാനിപ്പം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ബി എ വെരി സ്പൈസി ഡിഷ്. ഞാൻ അടുത്തതായി എൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ പണി നോക്കുകയാണ്. അതിനായിട്ട് ഞാൻ ക്യാരറ്റ്, സ്പ്രിങ് ഓണിയൻ, എവിടെ, അയ്യോ എൻ്റെ മകൾ എടുത്തുകൊണ്ട് പോയി, ഇല്ല പാവം, ബീൻസ്, പിന്നെ ഇത്തിരി പ്രോൺസ്, ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. കുറച്ച് മാത്രം, ഇതൊന്ന് മെൽട്ടാവട്ടെ, അപ്പോഴേക്കും ഞാൻ എൻ്റെ പ്രോൺസ് ശരിയാക്കും. ക്യാരറ്റ് ഇതിനകത്തിട്ട് ഡൈസ് ചെയ്യാൻ പോവാണ്. അമ്മയുടെ ഡിഷ് അവിടെ നിൽക്കട്ടെ. ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം ക്യാരറ്റ്, ബീൻസ്, ഇതൊക്കെ മഷ്റൂംസ്, ഇതൊക്കെ ഞാൻ ഇതിനകത്തിട്ട് ഡൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി അഞ്ജന അപ്പുക്കുട്ടനാണെങ്കിൽ വളരെ സൈലൻ്റ് ആണ്, പക്ഷെ ഭയങ്കര തമാശക്കാരിയാണ്. എന്താ പറയുക, നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആൾ വളരെ മിടിക്കാണ്, നല്ല കൈപുണ്യമാണ്, എന്ത് തയ്യാറാക്കിയാലും ഒരു സ്വാദുണ്ട്. പിന്നെ എനിക്ക് തോന്നി അഞ്ജനയും ഇതുപോലെ സ്റ്റഡി ആയിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും മുൻനിരയിൽ തന്നെ നിന്നിരുന്ന ആളാണ്. ഫസ്റ്റ് സെക്കൻഡിൻ്റെ താഴേക്ക് അഞ്ജന പോയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അഞ്ജനയുടെ ഓരോ റൗണ്ടിലെയും പെർഫോമൻസ് നോക്കുമ്പോൾ പിന്നെ എടുത്തു പറയാവുന്നൊരു കാര്യം, അഞ്ജന ടൈം കീപ്പ് ചെയ്യുന്നൊരു മത്സരാർത്ഥിയും കൂടിയായിരുന്നു. നമ്മളൊരു സമയം കൊടുത്താൽ ആ സമയത്തിന് വളരെ കൃത്യനിഷ്ഠയായിട്ട് അതിന് ഒരു 10 മിനിറ്റ് നേരത്തെ തന്നെ ഈ പാചകം എല്ലാം തീർത്ത് ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയും കൂടിയാണ്. അപ്പോൾ അഞ്ജനയുടെ പെർഫോമൻസസ് ഒന്ന് കാണണ്ടേ, ഒന്നുകൂടി ഒന്ന് കാണാം. കപ്പ നിസാരക്കാരനൊന്നും അല്ല കേട്ടോ. പണ്ട് കപ്പ എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് അല്ല 5 രൂപ കൊടുത്ത് 1 കിലോ കപ്പയൊക്കെ കിട്ടും. പക്ഷേ ഇപ്പോൾ 30 രൂപ 40 രൂപയൊക്കെയാണ്. പക്ഷേ ഈ സാധനത്തിന് നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ഇത് വെറുതെ കളയുന്ന സാധനമാണ് ഈ കപ്പ. പക്ഷേ ഇത് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് ഭയങ്കര ഇത് വെറുതെ പുഴുങ്ങി ഇച്ചിരി കടുകൊക്കെ ഇട്ട് കൊടുക്കും. 300-500 രൂപയൊക്കെയാണ് റേറ്റ്. എന്തായാലും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണി. ആദ്യം ബീഫ് വേവിക്കാൻ വയ്ക്കാം, കാരണം ഇതിന് വേവിച്ചിട്ട് കൂടുതലാണ്.
വേവാൻ ആവശ്യത്തിന് ഉപ്പ് കുറച്ചിടാം, പിന്നെ വേണമെങ്കിൽ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാം. അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്, കപ്പ ഇടാം. കപ്പയിൽ പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചിടാം, എന്നിട്ട് ഇടയ്ക്കൊന്ന് പാതി വേവാകുമ്പോൾ നമുക്ക് നോക്കാം. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം സവാളെ, അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. ഗ്ലിസറിനൊന്നും ഒന്നും അല്ല കേട്ടോ. ഞാൻ വീട്ടിൽ ഇതുപോലെ വെന്തോ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊരു പകുതി വേവാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ബീഫ് പകുതി വെന്തു. ഇനിയിപ്പോൾ ഒരു മിനിറ്റ് ചേച്ചി പോരുത് കേട്ടോ. നമുക്ക് കപ്പ ഒന്ന് ഊറ്റിയെടുക്കാം. വീട്ടിലാവുമ്പോൾ ഞാൻ പാത്രത്തിലങ്ങ് ഒഴിച്ച് ഊറ്റുവാണേ. കുറച്ച് കറിവേപ്പില ഇടാം നമുക്ക്. കുറച്ച് മഞ്ഞൾപ്പൊടി ബീഫിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും മല്ലിപ്പൊടി കണ്ടോ മതി. വേണമെങ്കിൽ പിന്നെ ഇടാം. ഞാൻ കാശ്മീരി ചില്ലി ആയിട്ട് എടുക്കുന്നത്, അപ്പോൾ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ആ കാര്യം മറക്കരുത്. കാരണം ചില പച്ചമുളക് ഭയങ്കര എരിവായിരിക്കും. മീറ്റ് മസാല, മീറ്റ് മസാല ഗരം മസാല എപ്പോഴും മാറിപ്പോവും. ഗരം മസാല കണ്ടോ, കളറും ഉണ്ടാവും. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, വേണമെങ്കിൽ വേണ്ട. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ മസാല ഈ ബീഫിലേക്കിടാം. മിക്കവരും എളുപ്പപ്പണി ആദ്യം മസാല ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ബീഫിട്ട് വഴറ്റിയിട്ട് പിന്നെ ഇട്ട് വേവിക്കും. മസാല എന്തോ കുറവുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വറ്റിക്കണം. ഒരുപാട് അങ്ങ് ഗ്രേവി വേണ്ട, കുറച്ചും കൂടെ വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ബീഫിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കപ്പ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. നല്ല മണം എത്തിയോ? അപ്പൊ വിജയിച്ചു. ഗുഡ്, ലുക്കിംഗ് ഗുഡ്, സ്മെല്ലിംഗ് ഗുഡ്. അപ്പം ടേസ്റ്റ് നല്ലതായിരിക്കുമല്ലോ. ആയിരിക്കും, ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ്. ഭംഗിയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. ഹലോ, അപ്പോൾ ഇന്നത്തെ റൗണ്ട് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേക്ക്സ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മാംഗോ കേക്കാണ്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതൊരു എന്ത് കേക്കാണ് പരിപാടി? ഞാൻ മാംഗോ കേക്ക്, മാംഗോ 2 ലെയറാക്കിയിട്ട് ഇടയിൽ മാംഗോ വയ്ക്കുന്നുണ്ട്.
പൊടിച്ച പഞ്ചസാര ഇടാം. ഇതിലേക്ക് 5 മുട്ടയാണ് ഞാൻ ഉപയോഗിക്കണേ. അതിൽ ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ചിടാം. ഒരെണ്ണം ഇട്ടു. ഇതേ രണ്ടാമത്തെ മുട്ട. ഇനി നമ്മൾ മൈദ മിക്സ് മാറ്റി വെച്ചിട്ടില്ലേ, അത് കുറേശ്ശെ ആഡ് ചെയ്യണം. എന്നിട്ട് ബീറ്റ് ചെയ്യണം. കാൽ ടീസ്പൂൺ മാംഗോ എസൻസും കൂടെ ഇടാം. പിന്നെ ഒരു നുള്ള് ലെമൺ യെല്ലോ കളറ്. നമ്മുടെ ബാറ്റർ തിക്കാണ്, അപ്പോൾ അത് ഇച്ചിരി കൂടെ ലൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരി പാലൊഴിക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ബാറ്റർ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഒന്ന് സൈഡ്സ് ഒന്ന് തട്ടിക്കൊടുക്കണം, കാരണം വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അവൻ. അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് വയ്ക്കാം. വച്ചു. നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് വേണം. എന്തായാലും നമുക്കൊരു അരമണിക്കൂർ 40 മിനിറ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കിയിട്ട് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. 180 ഡിഗ്രിയിൽ കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ. അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് സൈഡിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടെ വെച്ചിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, ഐസിങ് ഷുഗർ, പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ലെമൺ യെല്ലോ കളർ, മാംഗോയുടെ കുറച്ച് എസൻസ് ഒഴിക്കുവാണ് ഇതിലേക്ക്. മതിയാവും. എൻ്റെ ഹാർട്ട് ഇതാ അവിടെ ഇരിക്കണു. അതൊന്ന് പുറത്തിരുന്നൊരു 5 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമുക്ക് ഒന്ന് ഇച്ചിരി ബട്ടറും ഐസ് ഷുഗറും കൂടെ നമുക്കൊരു ഐസിങ് ഉണ്ടാക്കാം. അതിന് ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ആദ്യം ഒരു 1/2 കപ്പ് ഇടാം ഐസിങ് ഷുഗർ. ബട്ടറും ഐസിങ് ഷുഗറും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബട്ടർ എടുത്തതിൻ്റെ ഇരട്ടിയാണ് ഐസിങ് ഷുഗർ എടുക്കേണ്ടത്, എന്നാലേ അത് കട്ടിയാവത്തുള്ളൂ.
ടോപ്പ് ലെയർ നമുക്കിതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. നമ്മുടെ അടുത്ത ലെയറിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അഞ്ജന തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് മാംഗോ വിപ്പിംഗ് വിപ്പിംഗ് ക്രീം ഐസിംഗ് ആണ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ എന്താ പറയാ ബട്ടർ ഐസിംഗ് വെച്ച് ഡെക്കറേഷൻ. അകത്ത് ഫില്ലിങ്ങിൽ മാംഗോ ഉണ്ടെന്നാണ് പറയുന്നത്. ഫ്രഷ് മാംഗോ ഫ്രഷ് മാംഗോ കൊള്ളാം. ഒരു വ്യത്യാസം തോന്നുന്നു അല്ലേ? ആ പിന്നെ ഹാർട്ട് ഷേപ്പ് അല്ലേ? അഞ്ജനയുടെ ഹാർട്ട് തന്നെയാണ്. ഹ്യൂജ് ഹാർട്ട്. ഓക്കെ, അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, കേക്ക് കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്ക് പരിശോധിക്കാം. കറക്റ്റായിട്ട് സോഫ്റ്റ് ആണോ, അകത്ത് ഫില്ലിങ്. നൈസ്, നല്ല മാങ്ങ ഫ്ലേവറോ മാംഗോ. കേക്ക് വലിയ സോഫ്റ്റ് അല്ല, പക്ഷേ എന്നാലും ഹാർഡല്ല. രണ്ടിൻ്റെയും ഒരു മിഡായിട്ട് വന്നിട്ടുണ്ട്. ആ ഫ്രഷ് മാംഗോയും എല്ലാം കൂടി വന്നിട്ട് ഫ്രഷ് ഫീലിംഗ് വരുന്നുണ്ട്. നല്ലൊരു ഫ്രഷ് ഫീലിംഗ്. ഫസ്റ്റ് തീർക്കുകയും ചെയ്തു അല്ലേ, ഫാസ്റ്റായിട്ട്. അപ്പോൾ ടൈം കീപ്പ് ചെയ്യുന്നത് അതെപ്പോഴും അഞ്ജന അങ്ങനെയാണ്. അതെ. ഓക്കെ, കിച്ചൺ മാജിക് സീസൺ 3. 12 മത്സരാർത്ഥികൾ, വ്യത്യസ്തമായ വിഭവങ്ങൾ.